ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സിസ്റ്റർ എൽസിസ് മാത്യു. ഞാൻ കുളത്തുവേൽ NRC ധ്യാനകേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരാളാണ്. പരിശുദ്ധ അമ്മയുടെ അപദാനങ്ങളെക്കുറിച്ച് പറയുവാൻ ദൈവം നൽകിയ ഈ അവസരത്തെ ഓർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. നന്നേ ചെറുപ്പത്തിലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഭക്തിയിൽ വളർന്നു വരാൻ ഭാഗ്യം ലഭിച്ചൊരു മകളാണ് ഞാൻ. 9 അംഗമുള്ള കുടുംബം. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം കുഞ്ഞു കുഞ്ഞു കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കേവർക്കും സുപരിചിതമായ ഒക്ടോബർ മാസത്തെ ജപമാല ഭക്തി അന്ന് അറിയപ്പെടുന്നത് ദോഷപൊറുതി എന്നാണ്. പാപങ്ങൾക്കെല്ലാം പൊറുതി ലഭിക്കുന്ന നിമിഷം. ചെറുപ്പത്തിൽ അതൊന്നും അറിഞ്ഞുകൂടായിരുന്നു, എങ്കിലും മാതാപിതാക്കളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഈ ദോഷപൊറുതിക്ക് പോകുമ്പോൾ അവിടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വയ്ക്കും 10 ദിവസത്തെ ജപമാല. ഞങ്ങൾ അന്നൊരു പാവപ്പെട്ട കുടുംബമാണ്. കറണ്ടോ മറ്റ് സാഹചര്യങ്ങളൊന്നും ആ കാലഘട്ടത്തിലൊന്നും ഇല്ല, ഒരിടത്തും ഇല്ല. ഇവർ യാത്രയ്ക്ക് പുറപ്പെടുന്നത് ഈ ജപമാലയ്ക്ക് പോകുന്നത് ഓല കൊണ്ടുണ്ടാക്കിയ ചൂട്ടുപന്തം കത്തിച്ചിട്ടാണ്. അങ്ങനെ ഒക്ടോബർ മാസമാകുമ്പോൾ ഈ 10 ദിവസത്തേനുള്ള 10 ഓലപ്പന്തങ്ങൾ ഈ ചൂട്ടുകെട്ടുകൾ ഇവർ കെട്ടിവെക്കും. അമ്മയും അമ്മയുടെ കൂടെയുള്ള മറ്റ് അടുത്തുള്ള അമ്മമാരും ഇവരിത് കത്തിച്ച് എല്ലാവരും കൂടെ ചുറ്റും നിന്ന് അയലോക്കത്തെ ചേച്ചിമാരും അമ്മച്ചിമാരും എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഈ പന്തത്തിൻ്റെ വെളിച്ചത്തിൽ പള്ളിയിലേക്ക് പോകുക. കൃത്യം 6 മണിക്ക് അവിടെ എത്തണമല്ലോ, അതുകൊണ്ട് അതിരാവിലെ ഇവർ പുറപ്പെടും. പോയിട്ട് വരുമ്പോൾ മക്കളായി ഞങ്ങൾ ചോദിക്കും എന്താണ് അവിടെ കണ്ടത് എന്ന്. അപ്പോൾ ഈ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധാരാളം ഇവർ പറയും, ജപമാല ചൊല്ലിയതും എല്ലാവരും വന്നതുമൊക്കെയായ കാര്യങ്ങൾ. അങ്ങനെ ചെറുപ്പം മുതലേ അമ്മയോടുള്ള സ്നേഹത്തിൽ മാതൃഭക്തിയിൽ വളർന്നു വരുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, കോളേജിൽ പഠിക്കുന്ന കാലഘട്ടം വീട്ടിൽ നിന്ന് എപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പച്ചൻ, മാതാവെല്ലാം ചെയ്യും, അമ്മ സഹായിക്കും, അമ്മ എപ്പോഴും കൂടെ ഉണ്ടാവും. ഇതൊന്നും ചെറുപ്പത്തിൽ പ്രയോഗിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. അമ്മ കൂടെയുള്ള ആവശ്യമില്ല, കാരണം മാതാപിതാക്കൾ കൂടെ ഉണ്ടല്ലോ. ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടം, പണ്ടേ പഠിക്കാനൊരു മടിച്ചിയാണ് ഞാൻ. സ്പോർട്സും മറ്റു കാര്യങ്ങളുമൊക്കെയാണ് എനിക്ക് താല്പര്യമുള്ളത്. മറ്റ് പഠനമല്ലാത്ത എല്ലാ കാര്യത്തിലും ഭയങ്കര മിടുക്കിയാണ്. പഠിക്കാൻ മാത്രം ഭയങ്കര പുറകിലായിരുന്നു ഞാൻ. അങ്ങനെ ഞാൻ ഇന്നും ഓർക്കുന്നു, ക്ലാസ് ടെസ്റ്റുകളൊക്കെ ഇടുമ്പോൾ ടീച്ചേഴ്സ് സൈഡിൽ എഴുതി വയ്ക്കുന്നത് ഗ്യാസ് എന്നാണ്. മാർക്കിന് പകരം ഇടുന്നത് ഗ്യാസ് എന്നാണ്. മാർക്കിടാനൊന്നും ഇല്ല. വായി തോന്നുന്നതെല്ലാം എഴുതി വയ്ക്കും. ഒരു ഇംഗ്ലീഷും അറിയത്തില്ല. ഡിഗ്രിക്ക് പഠിക്കുന്നുണ്ട്. പക്ഷേ ഈ ക്ലാസ് ടെസ്റ്റുകളൊക്കെ തോറ്റും ഗ്യാസ് എന്നൊക്കെ എഴുതിയും കാലഘട്ടം അങ്ങനെ കഴിഞ്ഞുപോയി. വാർഷിക പരീക്ഷ വരുമ്പോൾ ഞാൻ എന്നും ഓർക്കും, പരീക്ഷ കഴിയുമ്പോൾ ആകെ ഒന്നേ ചെയ്യത്തുള്ളൂ, ചാച്ചൻ പറഞ്ഞു തന്നെ ഓർമ്മയാണ്, മാതാവ് രക്ഷിക്കുമെന്ന്. അപ്പോൾ പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ തന്നെ മാതാവിൻ്റെ മുൻപിൽ തിരി കത്തിച്ച് ഈ ജപമാല തന്നെ ചെല്ലുകയാണ് പണി. ഇഷ്ടം പോലെ ജപമാല ചൊല്ലിയിട്ടുണ്ട്. അങ്ങനെ എല്ലാ പരീക്ഷകൾക്കും ജയിക്കും. അങ്ങനെ പരീക്ഷയിൽ ജയിച്ചതെല്ലാം ഞാൻ ഓർക്കുന്നു അമ്മയുടെ മാധ്യസ്ഥം കൊണ്ട് മാത്രമാണെന്ന്. എന്നും എൻ്റെ കൂടെ നന്നായി പഠിച്ചവരും മാർക്ക് കിട്ടിയവരുമൊക്കെ തോറ്റു പോകുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ മാത്രം ജയിച്ചിരിക്കും. ഇവർക്കും അറിയത്തില്ല ഈ രഹസ്യം എന്താണെന്ന്. പലപ്പോഴും പുസ്തകമൊക്കെ വായിക്കുമ്പോൾ ഓരോ പാഠവും പഠിച്ചിട്ട് നന്മ നിറഞ്ഞമറിയൊക്കെ ചെല്ലുന്നൊരു ശീലം എനിക്കുണ്ട്. ഓരോ ക്വസ്റ്റ്യൻ ആൻസറും പഠിച്ചിട്ട് ഞാൻ നന്മ നിറഞ്ഞമറിയമേ ചൊല്ലും. അങ്ങനെ മാതാവ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ പരീക്ഷാകാലങ്ങളിലും എൻ്റെ ഡിഗ്രി പഠനത്തിലും മറ്റുള്ള എല്ലാ പഠന മേഖലകളിലും അമ്മ ഒത്തിരി എന്നെ സഹായിച്ചിട്ടുണ്ട്. അമ്മ എന്നോട് കാണിച്ച വാത്സല്യവും സ്നേഹവും ഞാൻ നന്ദിയോടെ ഇപ്പോൾ ഓർക്കുകയാണ്. ഈ അമ്മയ്ക്ക് തന്നെ ജീവിതം സമർപ്പിക്കാനായിട്ട് എനിക്ക് സാധിച്ചു എന്നത് ഓർക്കുമ്പോൾ അതിനേക്കഴിഞ്ഞും ഏറെ സന്തോഷമുണ്ട്. ഈ അമ്മയോടുള്ള ഭക്തിയിൽ ഞാൻ വളർന്നു വന്നുകൊണ്ടാണ് അമ്മ എന്നെ ഈ റിലീജിയസ് ലൈഫിലേക്ക്, അമ്മയുടെ നാമത്തിൽ സ്ഥാപിതമായ ഈ സന്യാസ സമൂഹത്തിലേക്ക് എന്നെ കൊണ്ടുവന്നത് എന്ന് ഞാൻ ഓർക്കുന്നു. കോൺവെൻറ്റിൽ ചേർന്നത് കഴിഞ്ഞതിന് ശേഷം അമ്മ ഇടപെടുന്ന അവസരങ്ങൾ ധാരാളം എൻ്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ഓർക്കുകയാണ്, ഞങ്ങൾ ഒരു സ്ഥലത്ത് ധ്യാനിപ്പിക്കാനായിട്ട് പോകുന്നു. അച്ഛൻ്റെ കൂട്ടത്തിൽ വർക്കച്ഛൻ്റെ കൂട്ടത്തിൽ ടീം മെമ്പേഴ്സ് ഞങ്ങൾ എല്ലാവരും കൂടി ധ്യാനിക്കുന്ന സാഹചര്യത്തിൽ എനിക്ക് വലിയ ക്ലാസ് എടുക്കാനൊന്നും അറിയത്തില്ല, ഇന്നും അറിയത്തില്ല. ഇങ്ങനെ ഒരു പിച്ചും പേയും പറയുന്നത് പോലെ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടുന്ന അത്രയേ ഉള്ളൂ. പക്ഷേ ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ എല്ലാവരും പറയും നല്ലതായിരുന്നത്. എനിക്ക് അതിനകത്ത് ഒന്നും എടുക്കാനില്ല, കാരണം മാതാവാണ് അതിനകത്തെല്ലാം ഇടപെട്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഭരണങ്ങാനത്ത് ഒരിക്കൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകുമ്പോൾ അമ്മ
പ്രാർത്ഥിക്കുന്നുണ്ട്, അമ്മ കൂടെയുണ്ടെന്നറിയാം. എങ്കിലും എൻ്റെ കൂടെയുള്ളൊരു കൗൺസിലർ എന്നോട് പറയുകയാണ്, സിസ്റ്ററെ ഒരു 33 എത്രയും ദേളമാതാവേ ചെല്ലുന്നത് നല്ലതാണെന്ന്. ഞങ്ങൾ ട്രെയിനിൽ കയറി യാത്ര പുറപ്പെടുകയാണ്. ട്രെയിനിൽ ഇരിക്കാൻ സ്ഥലമില്ല, ഭയങ്കര തിരക്കാണ്. ഞങ്ങളുടെ സാധനങ്ങളും ബാഗുമൊക്കെ എതിരേക്കോ പോയി. ഒരു തരത്തിൽ ആരെയോ മടിയിലിരിക്കുന്നത് പോലെ ട്രെയിനിലിരിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ളൊരു കൗൺസിൽ നടത്തുന്നൊരു ചേട്ടൻ പറയാണ്, സിസ്റ്ററെ ഒരു 33 എത്രയും ദേളമാതാവേ ചെല്ലുന്നത് നല്ലതാണെന്ന്. എനിക്ക് ഇയാളോട് നല്ല പ്രിയമാണ് തോന്നിയത്. കാരണം ഒരു നന്മോർഗറിയം പോലും ശരിക്കും ചെല്ലാം, അത്രയും തിരക്കാണ്. ആ നേരത്താണ് ഈ മനുഷ്യനിങ്ങനെ പറയുന്നത്. എന്തായാലും പിറുപിറുത്തോണ്ട് ഈ 33 എത്രയും ദേളമാതാവേ ചൊല്ലി തീർത്തു. ഞാൻ എന്നിട്ട് മാതാവിനോട്, മാതാവിൻ്റെ അടുക്കൽ നല്ല പിടിയാണല്ലോ, മാതാവിനോട് പറഞ്ഞു, അമ്മേ ഇത് എനിക്കൊരു അടയാളം തരണം, ഇത് ദൈവത്തിൽ നിന്നൊരു അടയാളമാണ് ഈ പ്രാർത്ഥന ചെല്ലാൻ പറ്റിയത്. ഒരു എത്രയും ദേളമാതാവ് പോലും ശരിക്കും ചെല്ലിയിട്ടില്ല, പിറുപിറുത്തോണ്ട് ചെല്ലിയതാണ്. അങ്ങനെ ഞങ്ങൾ അസീസിയിലെത്തി. അൽഫോൻസാമ്മയുടെ അടുക്ക് പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങൾ ചെന്നിരുന്നു. അവിടെ ചെന്നിട്ട് അൽഫോൻസാമ്മയുടെ കബറടക്കൽ പ്രാർത്ഥിച്ചിട്ട് താഴെ പള്ളിയിലേക്ക് കടന്നു വരികയാണ്. അപ്പോഴേക്കും കാണുന്നു എൻ്റെ അമ്മയും അഞ്ചത്തിയും അവിടെ നിൽക്കുന്നത്. അമ്മയും അഞ്ചത്തിയും മലബാർ ഭാഗത്താണ് ഞങ്ങളുടെ വീട്, അമ്മ വീട് ഭരണങ്ങാനം ഭാഗത്താണ്. അങ്ങനെ അവിടെ നിന്നപ്പോൾ ഞാൻ ഓടിച്ചു, അമ്മേ നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നത്? അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, മോളെ ഇന്നലെ നീ വന്ന് നിൻ്റെ അമ്മയും നിൻ്റെ അപ്പനെയും നിൻ്റെ ആങ്ങളമാരെയും എല്ലാം മണ്ണിനടിയിൽ കുഴിച്ചിടേണ്ടതായിരുന്നു. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അവർ വേറൊരു അഞ്ചത്തിയുടെ കൊച്ചിൻ്റെ മാമോദീസായിക്ക് തളിപ്പറമ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ അവർ സഞ്ചരിച്ച ജീപ്പ് വേറൊരു ജീപ്പുമായിട്ട് കൂട്ടിയിടിച്ചിട്ട് വലിയൊരു ആക്സിഡൻറ്റ്. അമ്മ പറയുക, മാതാവ് വന്ന് നമ്മളെ രക്ഷിച്ചു മോളെ എന്ന്. ഞാൻ ചോദിച്ചു എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അപ്പോഴവർ പറയുക, ഇന്ന സമയത്താണ്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ നേരത്താണ് ഈ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് ഈ 33 എത്രയും ദേളമാതാവേ ചെല്ലുന്നത്. എൻ്റെ അമ്മ എൻ്റെ കുടുംബത്തെയും എൻ്റെ ചാച്ചനെയും അമ്മച്ചിയെയും എല്ലാവരെയും രക്ഷിച്ചു, മാതാവ് രക്ഷിച്ചു. എത്രയും ദേളമാതാവ് പോലും ശരിക്കും ഞാൻ ചെല്ലുമെന്ന് അറിയത്തില്ല. അമ്മ എൻ്റെ കുടുംബത്തെ രക്ഷിച്ചു, അമ്മ രക്ഷിക്കുന്നവളാണെന്ന് ഇച്ചാച്ചൻ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുകയാണ്. രക്ഷിച്ചു എൻ്റെ കുടുംബത്തെ. പ്രിയ സഹോദരങ്ങളെ, അമ്മയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അമ്മ എപ്പോഴും രക്ഷിക്കുന്നവളാണ്. അമ്മയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയാൻ ആഗ്രഹിക്കുക എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെക്കുറിച്ച്. പരിശുദ്ധ അമ്മയുടെ മാതൃശക്തിയിലൂടെ കിട്ടിയ അനുഗ്രഹങ്ങൾ എത്ര പറഞ്ഞാലും എനിക്ക് തീരുകയില്ല. നമ്മൾ ചെറിയ കാലങ്ങളിൽ കുഞ്ഞായിരുന്നപ്പോൾ അമ്മയ്ക്ക് ചുറ്റും വളർന്നു വന്നവരാണ്. അമ്മയാണ് നമ്മളെ പൊതുങ്ങി പിടിച്ചത്. എല്ലാ കാര്യത്തിലും അമ്മയായിരുന്നു നമുക്ക് സംരക്ഷണം നൽകിയത്. അമ്മയുടെ കൂടെ ജീവിച്ച കാലഘട്ടങ്ങളിൽ നമുക്ക് തെറ്റുകുറ്റങ്ങൾ കുറവായിരുന്നു. അമ്മ നമ്മളെ പൊതുങ്ങി സൂക്ഷിച്ചു. എന്തെങ്കിലും വരുമ്പോൾ അമ്മ കറക്റ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ തന്നെ അമ്മ ഇപ്പോഴും. പരിശുദ്ധ അമ്മയുടെ കൂട്ടത്തിൽ ജീവിക്കുന്നവർക്ക് ഇത് തന്നെ പറയാനായിട്ട് സാധിക്കും. എനിക്കൊരു ഓർക്കുകയാണ്, ഇവിടെ പിശാച് ബാധിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നത്. അവൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ അലമുറയിട്ട് കടന്നു വന്നു. അപ്പോൾ പ്രിയപ്പെട്ട വർക്കിച്ചിന് ഇവിടെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ അച്ഛൻ ഹന്നാമള്ളമൊക്കെ എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും ഞാനും അച്ഛൻ്റെ പുറകെ കൂടി, ഇതെങ്ങനെയാണ് ഈ പിശാച് ബാധനെ ഒഴിക്കുന്നതെന്ന് കാണാനായിട്ട്. അപ്പോഴേക്കും ഇവളെന്നെ ഇങ്ങനെ ഉളിഞ്ഞു നോക്കിയിട്ട് ചോദിക്കുക, നീ എന്നാണ് ഈ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ അഞ്ചത്തി നിർമ്മലയാണോ എന്ന് ചോദിച്ചു. പേടിച്ച് പറിച്ചു പോയി. എന്നാലും മാതാവ് കൂടെയുണ്ടല്ലോ നല്ല ധൈര്യമായിരുന്നു. ജപമാല എടുത്ത് പിടിച്ചപ്പോഴത്തേനും ഇവളിത് വലിച്ചു പൊട്ടിച്ച് കളയുന്ന ഒരു അനുഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ആ സ്ത്രീയെ പ്രാർത്ഥിച്ചു, അവരങ്ങ് പിരിഞ്ഞുപോയി. ഞങ്ങൾ ഹൈദരാബാദിൽ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഇതുപോലെ തന്നെ പിശാച് ബാധിച്ച ഒരു സ്ത്രീ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. ഇവളിങ്ങനെ അലമുറയിട്ട് വരുമ്പോൾ എൻ്റെ ഓർമ്മകൾ ഇച്ചാച്ചൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, മാതാവ് എല്ലാത്തിനും രക്ഷിക്കുമെന്ന്. അച്ഛനെ കുറിച്ച് പ്രാർത്ഥിച്ച ഓർമ്മയും കിടക്കുന്നുണ്ടല്ലോ. എനിക്കറിയത്തില്ല ഈ സ്ത്രീയെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഞാനിങ്ങനെ ഡെലിവറൻസ് പ്രയർ ഒന്നും ചൊല്ലിയിട്ടില്ല, എനിക്ക് എക്സോർസിസം ഒന്നും അറിയത്തില്ല. ഞാൻ പക്ഷേ ജപമാല എടുത്ത് കൈ പിടിച്ചു. ഞാൻ ജപമാല എടുത്ത് കൈ പിടിക്കുമ്പോഴത്തേനും ഇവൾ എന്നെ തിന്നാനായിട്ട് തുടങ്ങുന്നത് പോലെ അലമുറയിടുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചെല്ലാനായിട്ട് തുടങ്ങി. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ചൊല്ലി 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 ഈ സ്ത്രീയെ എന്ത് സംഭവിച്ചു? ഇവൾ എൻ്റെ മുൻപിൽ വളരെ ക്വയറ്റായിട്ട് ശാന്തമായിട്ട് നിൽക്കുകയാണ്. കൂടെ നിന്നവർക്കൊക്കെ അത്ഭുതം. മാതാവ് സാത്താൻ്റെ തലയെ തകർത്തവളാണല്ലോ. അപ്പോൾ ഈ പിശാച് ബാധിച്ച ഈ സ്ത്രീയെ അച്ഛനുമില്ല ആരുമില്ല കൂടത്തിൽ. ഈ ഒരു സാഹചര്യത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഇവൾ ശാന്തമാകുകയും പിന്നീട് പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവൾ രക്ഷപ്പെട്ട ഒരു അനുഭവം. പ്രിയ സഹോദരങ്ങളെ, ഒരു പൈശാചിക ബന്ധനത്തിനും നമ്മളെ ആക്രമിക്കാനായിട്ട് പറ്റുകയില്ല. അമ്മ കൂടെയുണ്ടെന്ന് ഞാൻ പഠിക്കുകയായിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവം ഞാൻ ഓർക്കുക. 33 വർഷം കുമ്പസാരിക്കാത്ത ഒരു സഹോദരൻ ഇവിടെ വന്നു. 33 വർഷം ഇയാൾ കുമ്പസാരിച്ചിട്ടില്ല.
എല്ലാവരും കൂടെ പറഞ്ഞു, സിസ്റ്ററെ ഇവനെ ഒന്ന് നോക്കണം, ഇവനെ ഒന്ന് കുമ്പസാരിപ്പിച്ച് വിടണം. ഞാൻ പഠിച്ച പണി 18 നോക്കി. എടാ നീ ഒന്ന് കുമ്പസാരിക്ക്. അവന് പറയും എനിക്ക് പാവമൊന്നും ഇല്ലെന്ന്, 33 വർഷം കുമ്പസാരിക്കാത്ത ഇവന് പാവമില്ലെന്ന്. എനിക്ക് നല്ല പിടിയുണ്ടല്ലോ മാതാവിൻ്റെ അടുക്കൽ. കുറേ പാവമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു, മോനെ നീ ഇതെല്ലാം ചെയ്തിട്ടില്ലേ? അവൻ ചോദിക്കും ഇതൊക്കെ ചെയ്യാത്ത ആരാ സിസ്റ്ററെ ഉള്ളത്, എല്ലാവരും ചെയ്തിട്ടുണ്ട്, ഇത് പാവമൊന്നും പോലെ കുമ്പസാരിക്കണ്ടെന്ന്. അങ്ങനെ 5 ദിവസം ഇവൻ ഇവിടെ ചിലവഴിച്ചിട്ട് കുമ്പസാരിച്ചിട്ടുമില്ല, പ്രാർത്ഥിച്ചിട്ടുമില്ല. ബായി എടുത്തവനങ്ങ് പോവുകയാണ്. പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് വന്നൊരു ബൈ ബൈ ഒക്കെ പറയും. ഞാൻ പറയടാ, മാതാവിൻ്റെ അടുക്കൽ നല്ലൊരു പിടിയുള്ള ആളോടാണ് നീ സംസാരിച്ചിട്ട് പോയതെന്ന് ഓർക്കണം. ഞാൻ വിട്ടില്ല, അമ്മയ്ക്ക് ഇവനെ സമർപ്പിച്ചു. ഇവൻ വെള്ളിയാഴ്ച യാത്ര പറഞ്ഞ് പോയെങ്കിലും എല്ലാ ദിവസവും ഞാൻ കൈ പിടിച്ച് ഒരു ജപമാല ചൊല്ലുമായിരുന്നു ഇവന് വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഇവനോട് പറഞ്ഞു, നിന്നെ മാതാവ് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നിന്നെ കുമ്പസാരിപ്പിക്കുമെന്ന് ഞാൻ ഇവനെ പേടിപ്പിച്ച് വിട്ടു പോകാൻ നേരത്തെ. വെറുതെ തമാശ പറഞ്ഞാണെങ്കിലും അമ്മ ഇത് ചെയ്യുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മയ്ക്കിത് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഇവൻ പോയപ്പോൾ തുടങ്ങി ഞാൻ കൈ വിരിച്ചു പിടിച്ച് എല്ലാ ദിവസവും വൈകുന്നേരം ഇവൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് ഒരു ജപമാല ചെല്ലാനായിട്ട് തുടങ്ങി. അങ്ങനെ 8-ാം ദിവസം രാവിലെ കുർബാന കഴിഞ്ഞ് ഞാൻ രാവിലത്തെ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ കടന്നു വന്നിട്ട് പറയുകയാണ്, സിസ്റ്ററെ എനിക്ക് കുമ്പസാരിക്കണം. ഞാൻ ചോദിച്ചു, നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? നിന്നെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? എല്ലാ ദിവസവും കരങ്ങൾ പിടിച്ച് വൈകുന്നേരം ജപമാല ചെല്ലുമ്പോൾ അമ്മ എന്നോട് പറയുന്നുണ്ടായിരുന്നു, ഇവനെ ഇവിടെ തന്നെ കൊണ്ടുവരുമെന്ന്. അമ്മയുടെ ശക്തി ഞാൻ അവിടെ അനുഭവിക്കുകയായിരുന്നു. അങ്ങനെ ഇവൻ ഇവിടെ വന്ന് എന്നോട് പറയാം, സിസ്റ്ററെ കുമ്പസാരിക്കണമെന്ന് എനിക്ക് തോന്നുക. ഞാൻ ചോദിച്ചു, നിന്നെ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അവൻ പറയാം, ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ തുടങ്ങി എന്നോട് ആരോ പറയുക, തിരിച്ച് കൊളുത്തുവേലിന് പോകുമെന്ന്. ഇതൊരു പൈശാചിക ബന്ധനമല്ലേ ഇത്? പാപമില്ലാത്തൊരവസ്ഥ, കുമ്പസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ. മാതാവ് അവനെ രക്ഷിച്ചു, മാതാവ് അവനെ കൊണ്ടുവന്നു. അവൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ അച്ഛന്മാരാരുമില്ല കുമ്പസാരിപ്പിക്കാനായിട്ട്. ഞാൻ പറയും, മോനെ നീ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു പള്ളി കാണും, അവിടെ കയറി നീ കുമ്പസാരിച്ചിട്ട് പൊയ്ക്കോ എന്ന് അവനോട് പറഞ്ഞു. അവനവിടെ കയറി കുമ്പസാരിച്ചു. ഇന്നും അവനൊരു വലിയ മാതൃഭക്തനായിട്ട് ജീവിക്കുക. അമ്മയോട് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തിയാണെന്നുള്ള കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട് ഇവനെ എനിക്ക് സഹായിക്കാനായിട്ട് പറ്റി. അവൻ ഇന്നും എന്നോട് പറയും, സിസ്റ്ററെ ഞാനൊരു അമ്മയുടെ ഭക്തനായി ഞാൻ വളരുന്നുണ്ടെങ്കിൽ അന്ന് സിസ്റ്റർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന്. അതേ പ്രിയ സഹോദരങ്ങളെ, അമ്മയോട് നമ്മൾ എന്ത് ചോദിച്ചാലും അമ്മയുടെ മാതൃത്വ ശക്തിയിൽ പൈശാചിക ബന്ധനങ്ങളോ പാപത്തിൻ്റെ കെട്ടുകളോ എന്ത് വേണമെങ്കിലും നമുക്ക് ഈസിയായിട്ട് അഴിക്കാനായിട്ട് സാധിക്കും. അമ്മ അത്രമാത്രം ശക്തിയുള്ള ഒരാളാണ്. ഞാനൊരിക്കലും ഈശോയുടെ ഒരു കാര്യം ചോദിച്ചു, ഈശോയെ നിൻ്റെ അടുക്കലൊക്കെ പിശാചുക്കൾ വന്നിട്ടുണ്ടല്ലോ, മാതാവിൻ്റെ അടുക്കൽ എന്നാ പിശാചുക്കൾ പോകാത്തത്? അപ്പം ഈശോ എന്നോട് പറഞ്ഞു തരികയാണ്, മാതാവ് തലയെ തകർക്കാനായിട്ട് കടന്നു വന്നവളാണ്, പിശാച് തലയെ തകർക്കാനായിട്ട് കടന്നു വന്നവളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളാണ്. പൈശാചിക ബന്ധനങ്ങളുമായിട്ട് കടന്നു വരുന്ന ഓരോ വ്യക്തികളുടെയും ജീവിതത്തിലേക്ക് ഒരു വെഞ്ചരിച്ച ജപമാല അണിയും മക്കളെ, വെഞ്ചരിച്ച് കൊന്തച്ചെല്ലി ചെയ്യും മക്കളെ എന്ന് പറയുമ്പോഴെല്ലാം അവരുടെ ജീവിതത്തിൽ ഭയങ്കര അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എനിക്ക് ഒത്തിരി അനുഭവ സാക്ഷ്യത്തിലൂടെ പറയുവാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെയാണ് ഞങ്ങൾ വിയന്നയിൽ ധ്യാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഒരു ജർമ്മൻ ലേഡിയാണ്. അവൾ വർഷങ്ങളായിട്ട് ഈ മന്ത്രവാദത്തിനും കൂടോത്രത്തിനും മരിച്ചവരുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ ആയിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ സ്ത്രീക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്താ പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല. നമുക്കിത് വലിയ പ്രേയേഴ്സൊന്നും ചെയ്യാനായിട്ട് അറിയത്തില്ല. പക്ഷേ ജപമാലയെടുത്ത് കൈ പിടിച്ച് ഞാൻ രഹസ്യത്തിൽ ഇവൾ കേൾക്കാതെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴത്തേനും മാതാവിനെ വലയം ചെയ്തിരിക്കുന്നത് പോലെ ഒരു വെള്ള വസ്ത്രം ഈ സ്ത്രീയെ വലയം ചെയ്തത് ഞാൻ കാണുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അമ്മ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വന്ന് ഇവളെ സഹായിക്കുമോ? ഇവളെ വലയം ചെയ്തു, മാതാവ് ഒരു വലയം ചെയ്തു. എന്നിട്ട് ഇവൾ പറയുക, എന്തോ ഒരു ശക്തി എന്നെ ഇങ്ങനെ കറണ്ട് പാസ് ചെയ്യുന്നൊരു അനുഭവമായിരുന്നുവെന്ന്. ഞാൻ ചോദിച്ചു, എന്ത് കറണ്ട് പാസ് ചെയ്തു? എന്തോ ഒരു സ്വർഗീയ ശക്തി എന്നിൽ വന്ന് നിറഞ്ഞു. ഞാൻ കാണുന്നുള്ളൊരു വെട്ടം ഇവളിൽ വന്ന് നിറയുന്നത്. പക്ഷേ അവൾ മാതാവ് ഏറ്റെടുക്കുകയായിരുന്നു. പിന്നീട് ഒരിക്കൽ അവളെ മറ്റൊരു സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിയപ്പോൾ അവൾ പറയുക, ഇന്നും ഞാൻ മാതാവിൻ്റെ ഒരു ഭക്തയാണെന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർക്കുക, അമ്മയുടെ ആ സാന്നിധ്യം, അമ്മയുടെ ആ ശക്തി ഏത് തരത്തിലുള്ള ബന്ധനങ്ങളാണെങ്കിലും, പൈശാചിക ബന്ധനങ്ങളോ പാപത്തിൻ്റെ ബന്ധനങ്ങളോ ദാരിദ്ര്യത്തിൻ്റെ ബന്ധനങ്ങളോ എല്ലാം അഴിക്കുവാനായിട്ട് അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയുടെ കൂടെ നമുക്കായിരിക്കാം. അമ്മ നമ്മളെ എന്തും അനുഗ്രഹിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവസാനമായി എനിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത്, അമ്മയോട് എന്ത് ചോദിച്ചാലും അമ്മ നൽകുമെന്നതാണ്.
മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വേദനകളിലൂടെയും കടന്നു പോയിട്ടുള്ള അമ്മയോട് ചോദിച്ചാൽ അമ്മയ്ക്ക് എങ്ങനെ തിരുസന്നിധിയുടെ പക്കൽ ഇതെല്ലാം സമർപ്പിക്കാതിരിക്കും? എങ്ങനെ അനുഗ്രഹം വാങ്ങിച്ചു തരാതിരിക്കും? ചില കാര്യങ്ങളിൽ അമ്മ തന്നെ ഇടപെടണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മ ഇടപെട്ടാലേ ശരിയാവുകയുള്ളൂ. ഞാൻ ഒരിക്കലും ഓർക്കുകയാണ്, MSc പഠിക്കുന്നൊരു പെൺകുട്ടി, അവളുടെ പഠനം MSc വരെ എത്തിയെങ്കിലും അവൾ ഒരു സ്വവർഗഭോഗത്തിൻ്റെ അടിമയാണ്. അവൾ പാപം ചെയ്യുന്നു അവളുടെ ഒപ്പമുള്ള പെൺകുട്ടികളുമായിട്ട്. ഞാൻ വിചാരിച്ചു, കർത്താവേ, ഇവളുടെ പഠനം ഇത്ര എത്തിയിട്ട് ഇത്ര വലിയൊരു അന്ധകാരം ഇവളിന്ന് മാറുന്നില്ലല്ലോ എന്ന്. എന്തു ചെയ്യും? എന്തു പ്രാർത്ഥിക്കും? പരിശുദ്ധ അമ്മയെ വിളിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയൊന്ന് വരണം. മനസ്സിലായി പ്രാർത്ഥിക്കുന്ന സാഹചര്യത്തിൽ അവൾക്ക് ഒരുപാട് മാതൃസ്നേഹം നഷ്ടപ്പെട്ടു പോയിട്ടുള്ളൊരു മകളാണെന്ന് ഞാൻ അവളെ അമ്മയുടെ കരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചു. അമ്മയെ വിളിച്ചു, അമ്മയൊന്ന് വരണേ. അമ്മ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളങ്ങ് ഉറങ്ങിപ്പോയി. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ചോദിച്ചു, മോളെ, നീ പ്രാർത്ഥിക്കാൻ വന്നിട്ട് എന്താണ് ഉറങ്ങിപ്പോയത്? അപ്പോൾ അവൾ പറയാം, ഞാൻ ഉറങ്ങുമല്ലായിരുന്നു സിസ്റ്ററെ, പരിശുദ്ധ അമ്മ എന്നെ കയ്യിലെടുത്തു, പരിശുദ്ധ അമ്മയെ മാറോട് ചേർത്ത് വെച്ചു, പരിശുദ്ധ അമ്മ എനിക്ക് മാതൃസ്നേഹം നൽകി, ഞാനൊരു പുതിയൊരു ലോകത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു എന്ന്. ആ പാവപ്പെട്ട പെൺകുട്ടി വളരെ വേദനിക്കുന്നുണ്ടായിരുന്നു. ആരോടും പങ്കുവയ്ക്കാത്ത ആ രഹസ്യ മേഖല, പാപത്തിൻ്റെ ആ മേഖലയിൽ നിന്നും അവൾക്ക് ദൈവം സൗഖ്യം കൊടുക്കുകയായിരുന്നു പരിശുദ്ധ അമ്മയിലൂടെ. അവൾക്ക് നന്നേ ചെറുപ്പത്തിലെ മാതൃസ്നേഹം നഷ്ടപ്പെട്ടു. അമ്മയുടെ ഒരു തുള്ളി പാല് അവളുടെ വയറ്റിൽ ചെന്നിട്ടില്ല. മുലപ്പാൽ കുടിക്കാൻ അവൾക്ക് ഭാഗ്യമില്ലായിരുന്നു. മാതൃസ്നേഹത്തിൻ്റെ ആ കുറവ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിലൂടെ അവൾക്ക് ലഭിക്കുകയായിരുന്നു. കണ്ണുകൊണ്ട് കണ്ട ഒരു കാര്യമാണ്, അമ്മയുടെ മടിയിലിരുന്ന് അവൾ ഉറങ്ങി പുതുജന്മം പ്രാപിച്ചത്. ഈ അമ്മയ്ക്ക് ഏത് വേദന കൊടുത്താലാ അത് മനസ്സിലാക്കാൻ പറ്റാത്തത്? എല്ലാ വേദനയും അമ്മയ്ക്ക് നന്നായി അറിയാം. അതാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. നസ്രസിലെ കൊച്ചു കുടുംബം തുടങ്ങി അമ്മ അനുഭവിച്ചത് നമുക്ക് വേണ്ടിയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഓർക്കുകയാ, ഒരു കുഞ്ഞ് നേഴ്സറി കൊച്ച്, അവനെ നേഴ്സറിയിൽ വിട്ടിട്ട് അവൻ തിരിച്ചു വന്നില്ല. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഇവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് തിരിച്ചു വരുന്നില്ല. മാതാപിതാക്കൾ വേദനിച്ച് എന്ത് ചെയ്യേണ്ടെന്നറിയാതെ വർഷങ്ങൾക്കൊരു 32 വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോഴൊന്നും സംഭവിച്ചതല്ല. അന്ന് ഈ മാതാപിതാക്കൾ വളരെ വേദനയോടുകൂടി എല്ലായിടത്തും ഈ കുഞ്ഞിനെ അന്വേഷിച്ചു. അവസാനം ഇവിടെ കൊളത്തുവേലിൽ പ്രാർത്ഥിക്കാനായിട്ട് വരികയാണ്. അന്ന് പ്രാർത്ഥിക്കാൻ ഇവിടെ ആരും അച്ഛനൊന്നും ഇല്ല. ഞാനാണ് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരുന്നത്. മാതാപിതാക്കൾ, അമ്മ, കണ്ണ് നിറഞ്ഞിരിക്കുന്ന അമ്മ, അപ്പൻ മിണ്ടുന്നില്ല. സഹോദരങ്ങൾ എന്തു ചെയ്യും? എനിക്ക് ആകെ ഒരു വഴിയല്ലേ അറിയത്തുള്ളൂ, അമ്മ. പരിശുദ്ധ അമ്മയും ജപമാലയും നന്മ നിറഞ്ഞ മറിയമേ എനിക്കറിയുള്ളൂ, വേറൊന്നും പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. ഞാൻ പ്രാർത്ഥിച്ചു ഇവർക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ കാണുകയാണ്, 7 എന്ന് എഴുതിയിട്ടൊരു റൗണ്ടിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, ഒരു വട്ടത്തിലിരിക്കുന്ന 7 എന്ന് പറയുന്നൊരു നമ്പർ. ഞാൻ ചോദിച്ചത് എന്താ അമ്മേ? അമ്മ പറയുക, 7 ദിവസം ഇവർ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കട്ടെ, 7-ാം ദിവസം കൊച്ചു വരുമെന്ന്. എനിക്ക് പേടിയായി പറയാൻ. 4 ദിവസം കഴിഞ്ഞാൽ ഇവർ വന്നിരിക്കുന്ന കൊച്ചു കാണാതെ. ഒന്നും കൂടെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു പിടി ജപമാലയുടെ കൂമ്പാരം ഞാൻ കാണുകയാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്ക്, 7 ദിവസം കൊണ്ട് കൊച്ചിനെ മാതാവിയുടെ കൊണ്ടുത്തരും. കാണാതെ പോയി കൊച്ചിൻ്റെ വേദന അമ്മ അനുഭവിച്ചിറങ്ങിയിട്ടുണ്ടല്ലോ. പ്രാർത്ഥിച്ചോ ഈ മാതാപിതാക്കൾ. ഇവിടുന്ന് ഇറങ്ങിയ പാടെ ഇവർ കൊന്ത ചെല്ലാൻ തുടങ്ങി. ഇടതടവില്ലാതെ ഇവർ പ്രാർത്ഥിച്ചു. ഞാനും പ്രാർത്ഥിച്ചു അമ്മേ, രാപകലില്ലാതെ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഇതൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട്, ഒന്ന് അമ്മ പോയി ആ കുടുംബത്തെ പോയി എന്ന് രക്ഷിക്കണമേ എന്ന്. അങ്ങനെ എന്ത് സംഭവിച്ചു? 7-ാം ദിവസം രാവിലെ ഈ കുടുംബം ഇങ്ങനെ ഒന്നിച്ച് കൈ കോർത്ത് പിടിച്ച് ജപമാല ചെല്ലുക, കരങ്ങൾ കോർത്ത് പിടിച്ച് ജപമാല ചെല്ലുകയാണ്. ഈ കുഞ്ഞുണ്ണി ഒരു പ്ലാസ്റ്റിക് കവറിനകത്ത് കുറച്ച് മുന്തിരിങ്ങയും വാങ്ങിച്ചിട്ട് ഇത് കടിച്ചു നിന്ന് വീട്ടിലേക്ക് കയറി വരികയാണ്. 32 കൊല്ലം മുമ്പ് നടന്നൊരു സംഭവം. അന്ന് ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല വിളിച്ചു പറയാൻ. ഞാൻ ഈ അമ്മയോടും അപ്പനോടും പറഞ്ഞു, ഇത് സംഭവിച്ചെങ്കിൽ എന്നോടും കൂടി ഒന്ന് പറയണേ. 2-3 ആഴ്ച കഴിഞ്ഞ് കത്ത് കിട്ടിയപ്പോൾ എഴുതി വെച്ചിരിക്കുക ഇങ്ങനെ സംഭവങ്ങളെല്ലാം. ഈ കൊച്ചു ഓടിച്ചാടി കയറി വീട്ടിലേക്ക് കടന്നു വന്നെന്ന്. ഇവർ ചോദിച്ചില്ല മോനെ എവിടെയായിരുന്നു എന്ന്. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓർത്ത് നോക്കിക്കേ, അമ്മ ആരാ? അമ്മയെ നമ്മളെല്ലാം കൂടി ഒന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും അറിയുന്ന അമ്മ ഈ കുഞ്ഞിന് വേണ്ടിയും ഈശോയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞിട്ടുണ്ടാവണം. പണ്ടേ എന്നെ ഒന്ന് പറ്റിച്ചിട്ട് പോയതല്ലേ, ചെന്ന് പറഞ്ഞു. അമ്മ ചെന്ന് പറഞ്ഞു ഈശോയോട് കൂട്ടിക്കൊണ്ട് വരണമെന്ന്.
ആ കുടുംബം ഇന്നും മാതൃഭക്തിയിൽ ഈ കുഞ്ഞിന്ന് വളർന്ന് വലുതായി ഇവിടുന്ന് ജോലിയായി അവനൊരു ജേർണലിസ്റ്റായിട്ട് ജീവിക്കുകയാണ്. അവൻ പറയുക, ഇന്നും ഞാൻ അമ്മയുടെ കൂടെ ജീവിക്കുന്നുവെന്ന്. പ്രിയ സഹോദരങ്ങളെ, മാതാവ് നമ്മൾ എന്ത് ചോദിച്ചാലും അമ്മ തരുന്നവളാ. അമ്മയല്ല തരുന്നത്, അമ്മ ഈശോയോട് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരുന്നവരാ. കാരണം അമ്മ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുകയില്ല. ഈ അമ്മ നമ്മുടെ സ്വന്തം അമ്മയാകാൻ നമ്മളൊന്ന് കൊതിക്കണ്ടേ? അമ്മയോടൊന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് പറയണേ നിങ്ങൾ. ഞാനതിന് ഉത്തരം പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന്. അമ്മയോട് നമ്മൾ ചോദിക്കുന്നതെല്ലാം അമ്മ നമുക്ക് വാങ്ങിച്ചു തരും. തിരുസത്തിൻ്റെ പക്കൽ അനേക അനുഭവങ്ങളാണ്. ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പം മുതലേ മാതൃസ്നേഹത്തിൽ ഞാൻ വളർന്നു വന്നു എന്ന്. എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു ദൃശ്യമുണ്ട്. ഒരുപാട് രാജ്യങ്ങളിലും ഇന്ത്യക്കകത്തും പുറത്തും ഒക്കെ ധ്യാനിപ്പിക്കാൻ എൻ്റെ ഈശോ പരിശുദ്ധ അമ്മയിലൂടെ എന്നെ അനുവദിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് ബോധ്യത്തോടെ പറയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നും കാണാത്തൊരു ദൃശ്യം എൻ്റെ കണ്ണിലിങ്ങനെ പച്ചപിടാതെ നിൽക്കുന്നുണ്ട്. എന്നാണെന്നറിയാമോ? വീട്ടിൽ 7:30 ക്ലോക്കേൽ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇച്ചാച്ചൻ ജപമാലയുമായി മുട്ടുകുത്തുന്ന ഒരു ദൃശ്യമാണ്. ലൂർദിലും ഫാത്തിമായിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ദൃശ്യം ഒരിടത്തും കാണാൻ പറ്റത്തില്ല. വളഞ്ഞു കുത്തി നിൽക്കുന്ന ഒരു ഇച്ചാച്ചൻ. എന്തിനാണെന്നറിയാമോ? ഈ 9 മക്കളെയും ദൈവതിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രാർത്ഥനയ്ക്കായി മുട്ടുകുത്തുന്ന ഒരു ചിത്രമായത്. ഇതൊരു ഭയങ്കര ചിത്രം തന്നെയാണ്. ഞങ്ങളുടെ വീട്ടിലൊരു ദാരിദ്ര്യം ഞാൻ കണ്ടിട്ടില്ല. ഒരു അരിയില്ലാതെ ജീവിക്കുന്നത് കണ്ടിട്ടില്ല. ഒരു പച്ചക്കറിയോ ഒരു സാധനവും ഇല്ലാതെ എൻ്റെ വീട്ടിൽ ദാരിദ്ര്യം, ഒരു കടം ഞാൻ കേട്ടിട്ടേ ഇല്ല. എന്താണെന്നറിയാമോ? ഇച്ചാച്ചൻ പറയും, മാതാവെല്ലാം തരും, മാതാവെല്ലാം തരുമെന്ന്. മാതാവെല്ലാം തരും, മാതാവെല്ലാം തരുന്നവളെ. പാവം ഇച്ചാച്ചൻ, ഈശോയാണ് തരുന്നത് മാതാവിലൂടെ. എന്നാൽ ഞങ്ങളെ പഠിപ്പിച്ചു വെച്ചിരിക്കുക അമ്മയെല്ലാം നോക്കിക്കോളുമെന്ന്. പ്രിയ സഹോദരങ്ങളെ, ഇത് കേൾക്കുന്ന നമ്മളെല്ലാവരും അമ്മേനെ സ്വന്തമായി സ്വീകരിച്ച് അമ്മയുടെ കരങ്ങളിലേക്ക് എല്ലാം കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അത്ഭുതങ്ങളുടെ ഒരു ലോകത്തിലൂടെയായിരിക്കും നമ്മൾ കടന്നു പോകുന്നത്. അമ്മയ്ക്ക് നമ്മുടെ നിലവിളി, മക്കളുടെ നിലവിളി മറക്കാനായിട്ട് പറ്റുകയില്ല. എലിസബത്തിലേക്ക് അത്ഭുതം പ്രവർത്തിക്കാൻ ആദ്യം എലിസബത്തിൻ്റെ ഉദരത്തിലല്ലേ അമ്മ അത്ഭുതം പ്രവർത്തിച്ചത്, പിന്നെയല്ലേ കാനായിലെ കല്യാണം. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അമ്മ നമ്മുടെ സ്വന്തം അമ്മയായി തീരട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അമ്മ എല്ലാ കാര്യങ്ങളിലും നമ്മൾക്ക് മാധ്യസ്ഥയാണെന്ന് പറഞ്ഞാൽ മാധ്യസ്ഥ തന്നെയാണ്. കുഞ്ഞു കാര്യം തുടങ്ങി, കുഞ്ഞു കാര്യം തുടങ്ങി. ഞാൻ ഇന്നും ഓർക്കുകയാണ്, എൻ്റെ ചെറുപ്പത്തിലെ ഒരു കുഞ്ഞ് അനുഭവം കൂടി ഞാൻ പങ്കുവെച്ച് നിർത്തുന്നു. ഇത് പറഞ്ഞാൽ തീരുന്ന ഒന്നല്ല ഇത്. ഞങ്ങൾക്കൊന്നും ചെറുപ്പത്തിൽ ചെരുപ്പ് വാങ്ങിച്ചു തരികയല്ല വീട്ടിൽ. ചെരുപ്പിടാതെ നടന്ന കാലഘട്ടം അന്നൊന്നും. ഇന്നൊന്നും പറയാൻ നമുക്ക് മനസ്സിലാകത്തില്ല. കാലിങ്ങനെ മുട്ടിപ്പൊട്ടി വേദനിക്കുന്ന സാഹചര്യത്തിൽ അമ്മയോട് ഞാൻ പറയും, അമ്മേ നടക്കാൻ പറ്റുന്നില്ല. ഇന്ന് നമുക്ക് തരാതരം ചെരുപ്പുകളുണ്ട്, എല്ലാമുണ്ട്, വീട്ടിലുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരിക്കൽ എൻ്റെ അമ്മച്ചിയുടെ അങ്കിള് വീട്ടിൽ വന്നപ്പോൾ ഒരു ജോഡി ചെരുപ്പുമായിട്ട് വന്നു. ഒരു ജോഡി ചെരുപ്പ് മറക്കാൻ പറ്റുമോ? നമുക്ക് കണ്ണ് നിറയില്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. നമ്മൾ രഹസ്യത്തിൽ അമ്മയോട് പറയുന്ന കാര്യങ്ങൾ അമ്മയെല്ലാം തരും നമുക്ക്. അമ്മയെ കൈവിടരുത്. അമ്മ നമ്മുടെ കൂടെ ഉണ്ടാകണം. അമ്മ പ്രാർത്ഥന കേൾക്കുന്നവളാണ്. പ്രാർത്ഥനകൾ നിരസിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം സാധിച്ചു തരുന്നവളാണ്. അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് അഭയം പ്രാപിക്കാം. ലോകത്തെ കണ്ടു പേടിക്കേണ്ട, അമ്മയെ കണ്ട് നമുക്ക് സന്തോഷിക്കാം. അമ്മ നമ്മളെ ആശീർവദിക്കട്ടെ. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അമ്മയുടെ മേലങ്കിയുടെ കീഴിൽ നമ്മൾ സുരക്ഷിതരായി തീരട്ടെ. ആമേൻ.